യെസ് ഗായ്സ്, ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഒന്നാമത്തെ നോമ്പ്. ഹായ് ഗായ്സ്, മിൻസിയാണ് ഫ്രണ്ട്സ്. അപ്പൊ അല്ല ഫ്രണ്ട്സ്, കറി ചിന്തയാണ്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയത് ഫ്രണ്ട്സ്. പപ്പ കറി ഇങ്ങനെ കൊണ്ടുവരുമ്പോ ചിന്താൻ പോയി. എനിവേ ഗായ്സ്, അപ്പൊ ഇന്നെന്ന് പറഞ്ഞത് എന്താണ് ആദ്യത്തെ നോമ്പാണ് ഗായ്സ്. അത്താഴം കഴിക്കാൻ എണീച്ചിരിക്കുകയാണ് അത്താഴം കഴിക്കാൻ എണീച്ചിരിക്കാണ് ഫ്രണ്ട്സ്. അപ്പൊ ആദ്യം നമുക്ക് ചോറുണ്ട്, പിന്നെ ചായ ഉണ്ട്, പിന്നെ ചിക്കൻ പൊരിച്ചുണ്ട്, പിന്നെ ചിക്കൻ കറി ഉണ്ട്, പിന്നെ സ്രാവുണ്ട്, പിന്നെ മുതിരപ്പേരുണ്ട്. പയറുപ്പേരുണ്ട്. മിഞ്ചക്ക് എന്താ വേണ്ടി? പുട്ടാണോ ചോറാണോ? പുട്ടോ ചോറ് വേണ്ട. മിഞ്ചപ്പോ ഉറങ്ങും ഗൈസ്. ക്യാമറ കട്ട് ചെയ്താ മിഞ്ച ഉറങ്ങുന്ന പറഞ്ഞ്. അങ്ങനെ നമ്മുടെ റമദാൻ ഇനി തുടങ്ങാൻ പോകണം ഫ്രണ്ട്സ്. ഇനി 30 നോമ്പുകൾ നമുക്ക് എല്ലാം നോക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ അത്തായൊക്കെ നമ്മൾ കഴിച്ചു ഗൈസ്. അപ്പൊ ഇപ്പൊ നമ്മൾ സുബ് ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾക്ക് സുബ് നിസ്കരിക്കണം, എന്നിട്ട് നമ്മൾക്ക് ഉറങ്ങാം ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ നീച്ചു ഫ്രണ്ട്സ്. ഇപ്പൊ എത്ര മണി ഫ്രണ്ട്സ് അറിയും? രാവിലെയാണോ നീച്ചത്? ഉച്ചക്ക്. അങ്ങനെ സത്യം 1 മണിക്ക് എണീച്ചു. ഇപ്പൊ മാറ്റി വന്നപ്പോ 2 മണിയായി. സത്യം എല്ലാരും നോമ്പിനെ 1 മണിക്കൊക്കെ എണീക്കും. എന്താ ഞാൻ 10 മണിക്ക് എണീച്ചില്ലല്ലോ. അതിനെന്താ എല്ലാരും 10 മണിക്ക് എണീക്കണം. അങ്ങനൊന്നുമില്ല ഫ്രണ്ട്സുകളെ. ഞാനും 2 തിന്നാനാണ് സാധാരണ എണീക്കല്. പക്ഷെ ഇല്ലാത്തോണ്ട് നമ്മൾ നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ല. വെറുതെ നമ്മൾ രാവിലെ തന്നെ നീച്ച് കഷ്ടപ്പെടുന്നത്. പ്രത്യേകിച്ച് ഒരു ഞായറാഴ്ചയാണ്. അതെ ഫ്രണ്ട്സ്, ഞായറാഴ്ച. അത് മാത്രമല്ല, എനിക്ക് എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എക്സാം കഴിഞ്ഞു. ഫുൾ എക്സാം കഴിഞ്ഞ് എൻജോയ്മെന്റ് ആണ്. 5 ദിവസം കഴിഞ്ഞിട്ട് പാരന്റ്സ് മീറ്റിംഗും ആണ്. അപ്പൊ ഈ 5 ദിവസം നമ്മൾക്കൊന്ന് പ്രിപ്പയർ ചെയ്യാൻ, പാരന്റ്സിനൊക്കെ ഒന്ന് സോപ്പിടാനുള്ള സമയമാണ്. 5-ാം ദിവസം വരും. 5-ാം ദിവസം നമ്മള് പാരന്റ്സ് മീറ്റിംഗ് വ്ലോഗ് ചെയ്യുന്നതായിരിക്കും. അതില്ല, അതില് ഫുള്ളും തല്ലും കാര്യങ്ങളൊക്കെ നല്ല കുട്ടിയാണ്. എന്തായാലും നമുക്ക് മിൻസന്റെ എക്സാം റിസൾട്ട് റിവീൽ ചെയ്യില്ലേ? അറിയില്ല, ആ കട്ടൊക്കെ നമ്മൾക്ക് ഫുൾ A+ ആണ് നമ്മൾ റിവീൽ ചെയ്യും. ഫുൾ A+ഓ? അത്രക്കൊന്നും ഫുൾ B+ ആണെങ്കിൽ, അല്ലെങ്കിൽ ഫുൾ A ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കണം? അങ്ങനല്ല, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇന്ന കുറെ ആൾക്കാരെ കാണില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് മാത്രല്ല ഫ്രണ്ട്സ്, എനിക്ക് ഇവിടുത്തെ മാങ്ങ പറിക്കണം. മാങ്ങ ഇവിടെ മിൻസോട് മാങ്ങ ഉണ്ടോ? രാത്രി മാങ്ങ നമുക്ക് എന്താ ഉപ്പ് ഇരുമ്പി വെക്കാം. എന്നിട്ട് ഇപ്പൊ നമ്മളിങ്ങനെ കൊതിച്ച് ഇങ്ങനെ നിക്ക, എന്നിട്ട് നോമ്പ് പറഞ്ഞതിന് ശേഷം തുറക്കാം. അല്ല, തിന്ന ഒരു മാങ്ങയാണ് ഗൈസ്. ഏറ്റവും മേലെ നല്ല വലുതുണ്ട്. ഇത് കണ്ടു ഗൈസ്. എവിടെ വെച്ചാ അതൊക്കെ സൂം ചെയ്ത് കാണിച്ചു. യെസ് ഗൈസ്, അപ്പൊ നമ്മൾ അടുത്തിട്ട് ഇവിടെ ചർച്ചയാണ് നടക്കാൻ പോകുന്നത്. ഇന്നത്തെ എന്തൊക്കെ ചെയ്യുന്ന നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണം. മിൻസ് നമ്മൾ എന്ത് ചെയ്യും? ഞാൻ മിൻസിക്കും പ്രത്യേകിച്ച് ഒരുപാട്. മിൻസ മുടിയൊക്കെ മാറ്റുമെന്ന് ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ചോ? നേരത്തെ എന്തോ പ്രശ്നം ഉണ്ട് കാരണം എന്തായാലും ഇപ്പൊ മുടി മാറ്റി വന്നിരിക്കാണ്. എന്തിനാ പറയണതേ? അതത്ര കാക്ക താടി പഠിച്ചു. ഒരു എന്ത് താടി ഉണ്ടായിരുന്നു? അല്ല, പോലീസ് അതല്ല ഫ്രണ്ട്സ്. ഒരു താടി ഉണ്ടായിരുന്നു. എന്ത് താടി? ഈ ആടുകൾക്ക് അടിയിൽ ഇങ്ങനെ ഉണ്ടാവണ താടില്ലേ, അതുണ്ടായിരുന്നു ഫ്രണ്ട്സ്. ഒരു ഇത്തിരി ഇങ്ങനെ ഉണ്ട്. ഞാൻ സാധനം കണ്ടുപിടിച്ചു ഗൈസ്. നമ്മളെ ഷൂ ഇതാണ്. എന്റെ ഷൂ ആണ്. പക്ഷെ ഷൂ വളരെ ദാരിദ്ര്യാവസ്ഥയിലാണ്. നോക്കണ്ട. അത് കണ്ടു. അതിന്റെ ഉള്ളിൽ നോക്കൂ ഗൈസ്. അങ്ങോട്ട് നോക്ക്. പാമ്പ്. ഓ മൈ ഗോഡ്, കുട്ടി പാമ്പ് പറ്റിച്ചേ. അതെന്താ അറിയാ? എന്താ അപ്പൂപ്പന്താടിയൊക്കെ എന്റെ ഷൂവിന്റെ ഉള്ളിൽ വന്ന് കിടക്കണം. അത് ഷൂ പുതിയത് വാങ്ങി. ഞാൻ പറയട്ടെ ഫ്രണ്ട്, ഈ ഷൂ പറയണത് കഴിഞ്ഞ പെരുന്നാളിന് വാങ്ങിയാണ്. എത്ര പ്രാവശ്യം ഇട്ട് പറയും? ഒറ്റ പ്രാവശ്യം കഴിഞ്ഞ പെരുന്നാൾ, കഴിഞ്ഞ കൊല്ലം, ഒരു കൊല്ലം. എത്ര പൈസ കൊണ്ട് അങ്ങനെ നമ്മുടെ ഷൂ ആയിട്ട് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ അടുത്ത കലാപരിപാടികൾ നടക്കണം. മിൻസപ്പം തന്നെ കൊയങ്ങിയെന്ന് പറഞ്ഞു. മിൻസ കൊയ്ക്കോ? ഞാനവിടെ കഷ്ടപ്പെട്ടു. എല്ലായിടത്തും ഞാൻ കഷ്ടപ്പെട്ടാണ് ഗൈസ്. കണ്ടോ,
ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ കാക്ക എന്ത് ചെയ്തു ഗൈസ് നമ്മളെല്ലാ പണിയും കഴിഞ്ഞു നമ്മൾ ഇനി പോയി കടന്നുറങ്ങാൻ പോകണം. ഇനി മിനിച്ച കഴിഞ്ഞിട്ട് വിളിട്ടോ. അത് കഴിഞ്ഞിട്ട് സമൂസ ഉണ്ടാക്കാൻ ഇതൊന്നും ചെയ്യണില്ല. അത് കഴിഞ്ഞിട്ട് സമൂസ ഉണ്ടാക്കാണ്ട് ഇത് ഉണ്ടാക്കണം. കാരണം ഞാൻ കണ്ട ഗൈസ് പണിക്കാരനെ പോലെ കാലൊക്കെ കയറ്റി അങ്ങനെ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള പലഹാരങ്ങളാണ് ഫ്രണ്ട്സ് നമ്മളിപ്പോ ഉണ്ടാക്കുന്നത്. സ്പെഷ്യൽ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നമ്മളുടെ എല്ലാ കൊല്ലവും ഉണ്ടാവുന്ന സമൂസ അതാണ് ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഫ്രണ്ട്സ് ഇൻഗ്രീഡിയൻസ് പറഞ്ഞത് നമ്മുടെ സമൂസ, പിന്നെ കൂട്ട് ബീഫാണ്. ബീഫ് സമൂസയാണ്. അങ്ങനെ ഇനി നമ്മൾ എന്താണൊക്കെ ചെയ്യാൻ പോകുന്നത്? നമ്മൾ സമൂസന്റെ മാവ് വെച്ച് നമ്മളെ സമൂസ ഉണ്ടാക്കാൻ പോകണം. ആദ്യം നിങ്ങൾക്ക് പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് എടുത്താൽ നമ്മളത് കേറിപ്പോയി. അത് നമുക്കൊരു കുഴപ്പമില്ല. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ പ്രൊഫഷണലിസ്റ്റ് ആണ് കുറയ്ക്കുന്നത്. ഈ കീറിൽ എന്തൊക്കെ എന്താണ് കുറയ്ക്കണത്? പ്രൊഫഷണലിസ്റ്റ് ഫസ്റ്റ് പറഞ്ഞ ഇത് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ മടക്കുക, കാണിച്ചു കൊടുക്കുക. ട്യൂട്ടോറിയൽ എങ്ങനെ കാണിച്ചു കൊടുക്കാനാ? അപ്പൊ നമ്മള് ഫസ്റ്റത്തെ സംഭവം പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മള് സമൂസന്റെ മാവ് ഇങ്ങനെ തുറക്കുക. ഷീറ്റ് ഇങ്ങനെ തുറന്ന് വെച്ചതിന് ശേഷം നമ്മളത് കയ്യിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഒരു കോൺ ഇങ്ങനെ ആക്കിക്കൊണ്ട് നമ്മളിങ്ങനെ വെക്കുക. എന്നിട്ട് ഇതാണ് നമ്മളെ മാവ് എന്ന് പറയുന്നത്. അല്ല മാവല്ല, മെല്ലെ വായക്ക് പോണോ എനിക്ക് തോന്നി. ചെയ്യലട്ടോ ചെലപ്പോ നോമ്പുകളേക്കും. അല്ല മധുരം അല്ല പഞ്ചസാര ഉണ്ടോ നോക്കണേന്ന് കുഴപ്പമില്ല. ഉപ്പുണ്ടോ നോക്കണേന്നൊന്നും കുഴപ്പമില്ല. അന്നൊരു കുഴപ്പമില്ല. ഇങ്ങോട്ട് വെക്കുന്നു, ഇത് ഇങ്ങോട്ട് അടക്കുന്നു, ഇത് വീണ്ടും അടക്കുന്നു. ഓട്ട നിങ്ങൾ പേടിക്കണ്ട, നമ്മളത് ഓട്ട നമ്മൾ അടക്കുന്നതായിരിക്കും. ട്രയൽ സമൂസയാണിത്. അപ്പൊ ഇത് കുറച്ച് പാളിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മള് പൊട്ടൊക്കെ ജന കേറിയത് പറയാൻ തുടങ്ങിയിട്ടാണ് ഞാൻ ചിന്നിയും കൂട്ടാ പറയാ. സംഭവം മിൻസനെ കാണാനിട്ട് മിൻസൊക്കെ അടങ്ങേറ്. എനിക്കൊന്നും ഇതിന്റെ പേര് കാക്കാസ് വേൾഡ് ആക്കണമെന്ന്. എനിവേ നമ്മളതാ നോക്ക് നോക്ക് റേറ്റ് എങ്ങനെ ഉണ്ടാ സമൂസ നിങ്ങൾ കമന്റ് എന്താ ഓട്ടില്ല പെർഫെക്റ്റ്. ഇമ്മച്ച് പോയോ അങ്ങനെ ഗൈസ് നിങ്ങൾ ഇന്ന കാണിക്കടി ഇന്നിന്റെ സമൂസിനെ ഒഴിവാക്കണ്ട ഗൈസ്. ഇത്രയും നല്ലൊരു സമൂസ നിങ്ങൾക്ക് വേറെ ഇതിലാറെ എവിടുക്ക വൃത്തി അതതിന്റെ മാവിന്റെ കൈമത്തതൊക്കെ അതൊക്കെ എന്തായാലും ഉണ്ടാവും. അങ്ങനെ നമ്മളെ മിൻച്ചൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ പോവാണേ. അടുത്തായിട്ട് നമ്മൾ ഇങ്ങനെ കൈമ ഇങ്ങനെ വിരിച്ചു വെക്കുക. അതാണ് നിങ്ങൾ പഠിപ്പിച്ചു തരാൻ പോണേ. വിരിച്ചു വെക്ക് ഇങ്ങനെ കയ്യില്. കയ്യില് എന്നിട്ട് ഇവിടെ ഈ അറ്റ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കുക. ഇങ്ങനെ നോക്കി നമുക്ക് മനസ്സിലാവും. ആദ്യം ഇങ്ങനെ ഈ അറ്റ ഇങ്ങനെ മടക്ക്. എന്നിട്ട് കേടുത്തിയോ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഓടി. ഇന്റേത് കറക്റ്റാ, എന്റേതാണ് കണ്ടോ കണ്ടോ എന്ത് അടിപൊളി സമൂസ. അങ്ങനെ നമ്മുടെ കാക്ക എന്തുണ്ടാക്കി? ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സമൂസ. ഈ ഓട്ടൊക്കെ ഉള്ളത് ഞാൻ അതൊക്കെ ഉണ്ടാക്കിയതാണ് ഗൈസ്. ഈ ഓട്ടൽ അത് വൃത്തിയുള്ളതൊക്കെ കുറച്ചുണ്ട് കണ്ടോ. ഫോർ എക്സാമ്പിൾ താടി പോയിട്ട് കാക്കൊരു കുട്ടി അയക്കണം. എന്റെ കുട്ടി അപ്പൊ നമ്മൾ ഇന്നത്തെ അടുത്തെന്ന് പറയുന്നത് ഗൈസ് നമ്മളതെന്താ വെച്ചാ ഇതാണ് ഉള്ളിവട. ഉള്ളിവട ബാക്കിലുള്ള മമ്മിയാണ്. മമ്മി എന്താ ജ്യൂസ് എന്താ? മുന്തിരി ഉണ്ട്, ഷമാമും ഉണ്ട് പറഞ്ഞത്. അപ്പൊ കുഴപ്പമില്ല. നമുക്ക് ഇനി അടുത്തായിട്ട് ഉള്ളിവട നമ്മൾ നേരെ ചട്ടിക്ക് ഇടല്ലേ, മാവൊന്നും ആക്കണല്ലോ. അപ്പൊ ഞാൻ പിന്നെ ഇടയ്ക്ക് ഇന്ന് പണിയെടുക്കണ്ടെന്നാ പറഞ്ഞേ. എന്ത് ചെയ്യാ, എനിക്ക് ഒരു പണിയില്ല. നാളെ നമുക്ക് ഹൈഡ്രോ ഡ്രിപ്പിംഗ്. എന്താ വെച്ചാ പറഞ്ഞേ? ഹൈഡ്രോ ഡ്രിപ്പിംഗ് എന്താണ്? നമുക്ക് ടൈഡ് നോമ്പ് ഒളിപ്പിച്ചാൽ നമുക്ക് ജിമ്മിൽ പോയാലോ? നാളെ നമുക്ക് ജിമ്മിൽ പോവാം. മിൻച്ചനും കൊണ്ട്. മിൻച്ച വരണോ? വരുമോ? ഞാൻ എത്ര എടുക്കണം? നമുക്ക് നോക്കാം. നാളെ നമുക്ക് ജിമ്മറ്റ് അല്ല നോമ്പ് നോറ്റ് ജിമ്മ് പോണ മിൻച്ച. തല ഇറങ്ങി വീണ കാക്കനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അത് നോക്കാം. നമുക്ക് സമൂസ കഴിക്കാണ്ട് ജ്യൂസ് ഉണ്ടാക്കാണ്ട് പിന്നെ നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് നമുക്കൊക്കെ കാണാം. അങ്ങനെ ഇനി നമ്മൾ പൊരിക്കാൻ പോണ ഫ്രണ്ട്സ്. ഇവിടെ അല്ലെന്നെ ബീഫ് പൊരിക്കുന്നത് എന്തിനാണ്? എന്താ ബീഫ് എന്താ എന്താ പത്തിരിക്കോ? അതെ. എത്ര നേരം ഫ്രണ്ട്സ് കാക്കോടെ ഫോൺ കളിച്ചിരിക്കുമ്പോ ഞാൻ ബീഫ് കഴുകി അതിലിട്ടു. അത് ഫ്രിഡ്ജില് 2 മണിക്കൂർ വെച്ചു. 2 മണിക്കൂർ വെച്ചു. എന്നിട്ട് ഞാനിപ്പോ പൊരിക്കിട്ട് എത്ര നേരം ഫുള്ള് ഞാനാണ്.
എന്തായാലും നമുക്ക് അടുത്ത ഒരു മിൻച ഈ ഫുൾ പണി മിൻച എടുക്കുന്നതായിരിക്കും. അതെ മിൻച ആദ്യം നിർത്താം. മിൻച സമൂസ ചുട്ടാണ്. അടുത്തൊരു സമൂസ പോലെയാണ് നമ്മള് കാണാൻ പോകുന്നത്. ആരെ സമൂസ മിൻചാണ് ഞാനാണ്. മിൻചനെ നമുക്ക് നോക്കാം. അടുത്ത ഒരു സമൂസയുടെ കയ്യിലെടുത്തു. ആ ചൂടാവണമെന്ന് വേണ്ട ചട്ടി മിൻച ആയിക്കണോ? ഓക്കെ ഓക്കെ. വാവ് സമൂസ ഇട്ടിരിക്കുന്നു. മറിച്ചിട്ട് ഇപ്പൊ തന്നെ മറിച്ചാൻ പാടില്ല മിൻച. ഈ സമൂസ ഒക്കെ മിൻചൊക്കെ പൊരിച്ചാനുള്ളതാണ്. അടുത്തൊരു പിന്നെ കൈവാ മിൻച. അത് എണ്ണ ചൂടായി തന്നെയല്ലോ മിൻച. മിൻച മെല്ലട്ടാതി. ഗൈസ് അടുത്തായിട്ട് നമ്മൾ സമൂസ പൊരിച്ചോണ്ടിരിക്കുകയാണ്. ഇതിന് കുറച്ച് ചോറാണ്. ഓക്കെ മിൻച സമൂസ ഒക്കെ പൊരിക്കണീന് ഒരു നാക്കൻ റോക്ക് ഉണ്ട്. അതൊക്കെ അറിയാം എനിക്കറിയോ? ഞാൻ പഠിപ്പിച്ചോ. നമ്മൾ സമൂസ പറഞ്ഞ ഒരു ഗോൾഡൻ എന്താണ് യെല്ലോയിഷ് കളർ ആവുന്നുണ്ട്. കുക്കിംഗ് ആണ്. കുറച്ച് ഓയിൽ കൂടി വെക്കണം. കുറച്ച് ഓയിലിന്റെ കമ്മി ഉണ്ടായിരുന്നു. ഓക്കെ മിൻച കൊഴങ്ങി അവിടെ ഇരുന്നു. ഫ്രണ്ട് ക്യാമറ ആക്കിക്കോ. അങ്ങനെ ഞാനും കാക്കിയും കൂടി അമ്മേ ബീഫിനെ കത്തിച്ചു കഴിച്ചിന്റെ അമ്മച്ചേ. എന്തൊരു സന്തോഷാണ് എനിക്ക്. മിൻച കഴിച്ച് കണ്ടോ? ഞാൻ വേദന കണ്ടിട്ട് മിൻചക്ക് സന്തോഷാണോ? ട്രൂ സിസ്റ്റർ. സൈക്കോ ബിഹേവിയർ ആണ്. അതെ എന്തായാലും എല്ലാ സിസ്റ്ററും അങ്ങനെയാണ്. നിങ്ങളൊക്കെ അങ്ങനെയാണ്. നിങ്ങൾ ഏട്ടന്മാരുടെ അടുത്ത് നിങ്ങൾ കമന്റ് ചെയ്യും. പൊള്ളി ഇത് ഉമ്മച്ചി കാണിച്ചു തരാൻ വേണ്ടി നിങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലക്കല്ല് ചായ കൊടുന്നാണ്ട് പറയും ഇത് ചായ ഇങ്ങനെ ഒഴിച്ച് കാണിച്ചു സത്യമാണത്. ഇത് സ്റ്റീലാണോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഗൈസ്. എനിവേസ് അതെ ഗൈസ് നമ്മളെ ഇതിവിടെ ഫോൺ ഇട വെച്ചാലോ? അത് വേണ്ട. നൈസ് വെക്കും ഗൈസ്. അപ്പൊ ഇനി നമ്മൾ ഇങ്ങനെ പൊരിച്ചോണ്ടിരിക്കണം. എന്റെ കൈ വേനിക്കണ്ടേ? മിൻചക്ക് വ്ളോഗ് എടുത്ത് കൈ വേനിക്കണ്ടെന്ന് പറഞ്ഞേ. എന്തായാലും നമുക്ക് ഇനി ബാക്കി സമൂസ പൊരിച്ചിട്ട് കാണാം. അല്ല പൊരിച്ചിട്ടല്ല മിൻച അവിടെ പൊരിച്ചോ. അങ്ങനെ നമ്മുടെ സമൂസ ഇവിടെ റെഡിയായി. യെസ് ഗയ്സ് ഫസ്റ്റത്തെ സമൂസ ഇവിടെ കേറാൻ പോണേ പാത്രത്തിലേക്ക്. വാവ് അത് നമ്മൾ എണ്ണ നല്ല ഊറ്റണം മിൻച. ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. കുറച്ച് കരിഞ്ഞോ? ഇല്ലല്ലേ? ഇല്ല കരിഞ്ഞിട്ടേ ഇല്ല. ഓക്കെ ഓക്കെ നമ്മുടെ ഫസ്റ്റ് സമൂസ റെഡി. ത്രീ സമൂസ റെഡി. ഞാൻ അടുത്ത സെറ്റ് സമൂസകൾ ഇടാം. കണ്ടത് നമ്മൾ ഇതിങ്ങനെ വെക്കുന്നു. ഒന്നിട്ടോ മെല്ലെ മെല്ലെ. അത്രേ ഉള്ളൂ സെറ്റ്. അങ്ങനെ നമ്മുടെ എന്ത് സമൂസ റെഡി. സമൂസ റെഡി ആയി ഫ്രണ്ട്സ്. നമ്മുടെ ബീഫ് ഇവിടെ പൊരിഞ്ഞോണ്ടിരിക്കുകയാണ്. ജ്യൂസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഷമാമ ഇവിടെ അടിക്കാൻ വേണ്ടി റെഡി ഇരിക്കുകയാണ്. ഫുൾ സെറ്റല്ലേ മിൻച? ഫസ്റ്റ് നോമ്പ് തുറക്കാൻ റെഡി അല്ലേ? നിങ്ങൾ റെഡിയാണ്. അപ്പൊ ഇനി ഇത് പൊരിക്കാണ്. മിൻച പൊരിക്കുന്ന പറഞ്ഞേ. ഇതിനെട്ടോ ചട്ടി ഓഫ് ആക്കിക്കണ്. കുഴപ്പമില്ല. ചട്ടി ഒന്നും ആവശ്യമില്ലാന്ന് പറഞ്ഞമ്മ. ചൂടൊന്നും വേണ്ട അങ്ങനെ പൊരിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണോ? ഫുൾ കോമഡിയാണ് മിൻചന്റെ പറഞ്ഞു. അങ്ങനെ ഉള്ളിവട തിന്നണോ ജി? എന്നിട്ട് അത്ര വേണ്ട, കുറച്ച് കട്ടി കുറച്ചോ. ഓക്കെ ഇനി അടുത്തൊരു മിൻച ജീവിതത്തിൽ ആദ്യമായിട്ട് ഉള്ളിവട പൊരിച്ചാൽ പോണേ. ആദ്യം ഇങ്ങനെ റൗണ്ട് ആക്കുക, എന്നിട്ട് പരത്തുക. മറ്റേ വട പോലെ. വട അല്ല എന്താ കട്ട്ലേറ്റ് പോലെ. ഞാൻ പിന്നെ ഡെയിലി പ്രൊഫഷണൽ ആയോണ്ടല്ലേ അമ്മ. കൊല്ലത്തിലൊരിക്കലും വരുന്ന പ്രൊഫഷനിലാണ്. അതെന്തായാലും ഞാൻ കൊല്ലത്തിലൊരിക്കലും വരില്ല മിൻച. 10 കൊല്ലം കൂടുമ്പോ ഒരിക്കലും. പോട്ടെ മെല്ലെ മെല്ലെ. ഓ വാവ് മിൻച ടു ഗൈസ്. മിൻച ഞാൻ പൊളിയാണ്. കാക്കൊക്കെ അറിയില്ല ഞാൻ വലിയ ഷെഫാണെന്ന്. ഇത് മറിച്ചിടണം. അത് മറിച്ചിട്ടോ? എനിക്ക് ഇത്രക്ക് കൈയുള്ളൂ. അത്ര കൈയുള്ളൂ. ഓക്കെ കൈമന്ന് കിട്ടില്ലേ? അയ്യോ അതെ അത് കുത്തറ നിക്കണ ഉള്ളിവട എന്ന് പറഞ്ഞു. കാക്കവിടെ ഇങ്ങനെ നിക്കുക. അത് വല്ല ബുർജാലി പോലെ അങ്ങനെ നിന്ന്. പക്ഷെ കുട്ടി ബീഫ് ഫ്രൈ ഇങ്ങനെ പൊരിഞ്ഞോണ്ടിരിക്കണേ. കാക്ക ഞാൻ പൊളിയാണ് പറഞ്ഞപ്പോ എന്തോന്നും പറയാ. കാക്ക നല്ല രീതിയിൽ മിൻച പൊളി. അമ്മച്ചപ്പോ തന്നെ ബീഫിന്റേക്ക്. അങ്ങനെ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞ് ഫ്രണ്ട്സ് നമ്മുടെ ടേബിൾ കൂടെ സെറ്റ് ആയി ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ എല്ലാം പെട്ടെന്ന് പറഞ്ഞ എപ്പോ കൊടുക്കാനായി. നമ്മുടെ സമൂസ ഉണ്ട്. അതെ ഫ്രണ്ട്സ് ഉള്ളിവട ഉണ്ട്. ഫ്രണ്ട്സ് കാരക്ക ഇവിടെ ആ സാധനത്തുമ്പോ തന്നെ പറിച്ചിട്ടില്ല. അതെ ഫ്രണ്ട്സ് പിന്നെ നമ്മുടെ മുന്തിരി ജ്യൂസ് ഉണ്ട്. ആ അമ്മച്ചിന്റെ എന്താണ് ജഗ്ഗാണ് പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ ഷമാമിന്റെ ജ്യൂസ് ഉണ്ട്. തരി ഉണ്ട്. പിന്നെ മയോണൈസ്
മയോണൈസ് ഉണ്ട്, പിന്നെ കെച്ചപ്പ് ഉണ്ട്, പിന്നെ വെള്ളമുണ്ട്. ഇനി നമുക്ക് ആകാംക്ഷയോടെ കാത്തിക്കാം ഫസ്റ്റത്തെ നോമ്പ് നോക്കാൻ വേണ്ടി. വെള്ളം ഒഴിച്ച് വെക്കാലോ മിൻസ? പങ്കെടുത്തോ? ഓ മൈ ഗോഡ്, ബിസ്മില്ലാഹിർ മിൻസ. കുടിച്ചോ. ആ കാരൊക്കെ വെച്ച് തോമ്പർക്ക് എന്നാ കുടിച്ചോ. കാരൊക്കെ പറന്നു പോണ്. ഓ കിടിലല്ലേ മിൻസ. നല്ല ടേസ്റ്റ് മിൻസ വെള്ളം. ഓക്കെ, അപ്പോൾ നമ്മൾ സമൂസ ഫസ്റ്റ് സമൂസ ടേസ്റ്റ് ആക്കാൻ പോണേ. ഞാൻ മടക്കിയാണ്ട് പറയല്ല, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതെ, ഞാൻ പൊളിച്ചതുമാണ്. കിടിലൻ സമൂസ. മമ്മീൻ്റെ മാവാണ് ഗൈസ്. നമ്മുടെ ഗൈസ് മിൻസ് സോസൊക്കെ ഉണ്ട്. അയ്യോ, അതിൽ വെള്ളം ഉണ്ടായിരുന്നു മിൻസ. അതിൽ വെള്ളം ഉണ്ടായിരുന്നോ? എനിക്കറിയില്ല. ഇനി വേസ്റ്റ് നമ്മൾ കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ തരുന്നത്. മധുരം കുറക്കാൻ മധുരൊക്കെ കേടാണ്. അതെ, നമ്മൾ കഴിച്ചു നോക്കണേ. ജ്യൂസ് ഒരു രക്ഷയില്ല ഗൈസ്. മമ്മീന്റെ ജ്യൂസ് ഗൈസ് എല്ലാവർക്കും വിശന്നിട്ടാവുന്നു. ഭയങ്കര ടേസ്റ്റ് അല്ല. അപ്പൊ എല്ലാരും നോമ്പൊക്കെ തുറന്ന് ആരൊക്കെ നോമ്പ് എടുത്തെന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യും. നോമ്പ് കള്ളന്മാരൊക്കെ ഉണ്ടോ ഇവിടെ? നമുക്ക് നോക്കാം. അപ്പൊ കഴിച്ച് നമുക്ക് നോമ്പ് തുറന്നിട്ട് കാണാം. വിൻസ അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്ന് കൊടുത്ത് വിൻസ വിൻസ ഉറങ്ങിയടി? ഇജ്ജ് ഉറങ്ങിയില്ല? ഇജ്ജ് ഫോൺ കളിച്ചിരിക്കലോ? ഞാൻ എത്ര നേരം ഉറങ്ങി അറിയുക. 1 മണിക്കൂർ 7 മണിക്ക് നീച്ചിട്ട് ഇന്നത്തെ റീലും കണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ സമയം എന്ന് പറഞ്ഞത് എത്ര മണിയാണ്? വാവ്, 10:30. 10:30 ആയി മിൻസ. ഗൈസ് ഇവിടെ മഴയൊക്കെ പെയ്തു. അങ്ങനെ നമ്മൾക്കിപ്പോ എന്തായി? നമ്മളിപ്പോ രാത്രി 10:30 ആയി. നേരത്തെ മിൻസ ഉറങ്ങുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലട്ടോ, ഞാൻ നല്ല ഉറക്കം ഉറക്കിയപ്പോ നമ്മള് രാത്രി നീച്ച് ചായ എടുക്കും. ഞാൻ ഫുള്ള് ഉറങ്ങിയിരുന്നു. ഞാൻ ഉറങ്ങിയിട്ടില്ല ഫ്രണ്ട്സ്. ഞാൻ നല്ല റീൽസും കണ്ടോണ്ടിരുന്നു. മിൻസ പോകാൻ ചെയ്തു. ഫ്രണ്ട്സ്, അപ്പൊ എനിവേ നമ്മളുടെ ഭക്ഷണം ഇവിടെ വളരെ ഇന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തിരി. പത്തിരി ഉണ്ട് ഫ്രണ്ട്സ്. പിന്നെ നമുക്ക് അയ്യോ ഒരു പത്തിരി പറഞ്ഞു മിൻസ. മിൻസിന്റെ അടുത്തേക്ക് വരേണ്ടതാണ്. ബീഫ് കറി ഉണ്ട്, പിന്നെ ബീഫ് വരട്ടിയതും ഉണ്ട്, പിന്നെ നമ്മുടെ മുന്തിരി ജ്യൂസ് ഉണ്ട്, പിന്നെ കുറച്ച് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തി നമ്മുടെ വീട്ടിൽ തന്നെ കുഴിച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ വളട്ട് വെള്ളമൊഴിച്ച് ഉണ്ടായ നമ്മുടെ തന്നെ നല്ല ടേസ്റ്റാ ഫ്രണ്ട്സ്. പിന്നെ മിൻഷന്റെ കട്ട ചായ ഉണ്ട്. പിന്നെ ടേസ്റ്റ് നോക്കിയാലോ? നല്ല ടേസ്റ്റ് ആണ്. ടേസ്റ്റ് എങ്ങനെയുണ്ട്? രസമുണ്ട് ഗായ്സ്. അപ്പൊ ഗുവാവ രസം തന്നെ. എനിവേ നമുക്ക് കുറച്ച് കറി കൊയ്ക്ക്. കളഞ്ഞു. ഇതാണ് ഗായ്സ് മീൻസ് കറി തൊട്ടാളെ പ്രശ്നമാണ്. അവിടെയും കളഞ്ഞു. ഇതാണ് ഗായ്സ് മീൻസ്. മിൻസൻ ആ ജിമ്മക്ക് വരേണ്ടതാ പറഞ്ഞ ഗായ്സ്. നോക്കാം. മടിയായോ? ഇത്രയും നേരം നാളെന്താ എന്താ കളർ പെയിന്റ് എന്താ പറയാ? കളർ പെയിന്റ് അടിച്ച ഷൂ പെയിന്റ് അടിച്ച ടൈഡായും നാളെ ജിമ്മിന് 10 രൂപ എടുക്കുന്നൊക്കെ മൊത്തം ഉറങ്ങാൻ ഇതാക്കി എന്നോട് നിങ്ങൾ അങ്ങനെ പറയരുത് ഫ്രണ്ട്സ്. അപ്പൊ ഇനി നമ്മൾ കഴിക്കാൻ പോവാണ്. ഇനി അടുത്ത നമുക്ക് എന്താ മീൻഷ ഇനി നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞൊന്നുമില്ല. ഇനി ഇതും കൂടി തിന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഉറങ്ങുക. അപ്പൊ കഴിച്ച് എത്ര ആൾക്കാരും നോമ്പ് എടുത്തുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. നിങ്ങൾ ഫസ്റ്റത്തെ നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കമന്റ് ചെയ്യാം. നിങ്ങൾ കടി കഴിച്ചത് എന്താണ് കഴിച്ചത്? നിങ്ങൾ കടി എന്താ ആരാ കടിച്ചത് നിങ്ങൾ കമന്റ് ചെയ്യാം. അതൊക്കെ ചളിയാണാരൊന്നും പേടിക്കണ്ട. അപ്പൊ ഇനി നമ്മൾ ഇതൊക്കെ കഴിക്കട്ടെ. കുറച്ച് ജ്യൂസ് എന്തിനാ? എന്റെ ചായ അല്ലേ മിൻസ ഊട്ടിന്ന് കൊടുത്ത ചായ ഉണ്ടെന്നാണ്. അതിന്റെ വ്ളോഗ് നിർത്തിയില്ലേ? അയ്യ ഗൈസ് നല്ല മിസ്സായി. അയച്ച് പെർമിഷൻ ചോദിക്കണ്ടേ? വ്ളോഗ് എടുക്കാറാണെന്ന് പറഞ്ഞാണ്ട്. എന്താണ് ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേ നോമ്പ് തുറ ഫ്രണ്ട്സ്. എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് കഴിച്ചത്? എങ്ങനെ ഉണ്ടായിരുന്നു നോമ്പ്? എല്ലാവർക്കും റമദാൻ കരീം ഫ്രണ്ട്സ്. എല്ലാവർക്കും എല്ലാ നോമ്പും നോക്കാൻ കഴിയട്ടെ.
അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോ. ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ്. എന്റെ കാക്കനിഷാർക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വീണ്ടും ഒരു കിടക്കാച്ചി വീഡിയോ ബൈ.